ഉദംപൂരിൽ നിന്ന് ജലന്ധർ പട്ടണത്തിൽ അവിടെ ഒരു കാക്കിപ്പിണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു ചെറിയ ടൗണായി. അവിടെ വേലയൊന്നുമില്ല, അവിടെ സുവിശേഷ പ്രവർത്തനം ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ അവിടെ സുവിശേഷ പ്രവർത്തനത്തിനായി കർത്താവ് ഞങ്ങളെ അയച്ചു. ഞങ്ങൾ എവിടെയും പോയാലും സുവിശേഷ പ്രവർത്തനത്തിന് പോകുന്നത് ഒരു വേലക്കാരുമില്ലാത്ത സ്ഥലങ്ങൾ തേടിയാണ് ഞങ്ങളെപ്പോഴും പോകാറുള്ളത്. വേലക്കാരും സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുക. ആ ഗ്രാമത്തിൽ ഒരു സഭകളുമില്ല, ഒന്നുമില്ല, ഒരു സുവിശേഷ പ്രവർത്തനമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ കോവർ കഴുത, ഈ മ്യൂൾസിൻ്റെ വണ്ടിയിൽ അതിൽ കയറി അവിടെ ചെന്നിറങ്ങി. അതിൽ എൻ്റെ ഒരു ബാറ്ററിയിൽ ഓടുന്ന ഒരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു, 2 ഹോണും പിന്നെ ഒരു പെട്രോമാക്സും, അങ്ങനെ സാധനങ്ങളെ കൊണ്ടെല്ലാം അവിടെ ചെന്നിറങ്ങി. അപ്പം താമസിക്കാൻ നോക്കിയപ്പോൾ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ട് വരാന്ത കിട്ടി, ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ വരാന്ത രാത്രിയിൽ അവിടെ കിടക്കാം. യോഗ നടത്താൻ നല്ലൊരു മരം, ആലുപോലുള്ള വലിയൊരു മരം കിട്ടി. ആ മരത്തിൻ്റെ ചുവട്ടിൽ യോഗം നടത്താം, രാത്രി അവിടെ കിടക്കാം. സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ വെറും 4 രൂപ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ മലയാളികളായിട്ടുള്ള 2 രൂപ മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണേ, 2 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. മൊത്തം 2 രൂപ മാത്രമേ ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ കൂടെ 4 മലയാളികളും 4 പഞ്ചാബികളും ഒരു മലയാളി സഹോദരൻ രാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 രൂപ അവരുടെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അന്ന് ഈ 4 അണയ്ക്കൊക്കെ ചായ കിട്ടുന്ന സമയം, 4 അണ 8 അണയ്ക്കൊക്കെ ചായ ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ 4 പേര് പോയി എന്തെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു, എന്തോ കിട്ടുന്നു. മലയാളിയോട് പറഞ്ഞു, ഈ ഹാൻഡ് പമ്പിൽ വെള്ളം പോയി കുടിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ കൈ കൊണ്ട് അടിക്കുന്ന പമ്പിൽ പോയി പച്ചവെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പണമൊന്നുമില്ല. അന്ന് വൈകിട്ട് 2-3 സ്ഥലത്ത് പരസ്യയോഗം നടത്തി. വൈകിട്ട് ആ മരത്തിന് ചുവട്ടിൽ പ്രസംഗിച്ചു. 2 സ്ഥലത്തോടെ പരസ്യയോഗം നടത്തി. വൈകിട്ട് അവിടെ പ്രസംഗിച്ചു. രാത്രി പോയി ഒരു ചായയാട്ടോ ഒന്നും കിട്ടിയില്ല. ആ സ്കൂളിൻ്റെ വരാന്തയിൽ അവിടെ കിടന്നു. പിറ്റേ ദിവസം 7 സ്ഥലത്ത് പരസ്യയോഗം നടത്തി. ഒടുവിൽ വന്ന് ആ മരത്തിന് ചുവട്ടിൽ മൈക്ക് വെച്ച് യോഗം നടത്തി. ബാറ്ററി മൈക്ക് വെച്ച് യോഗം നടത്തി. പെട്രോൾ മാക്സ് കത്തിച്ച് കർത്താവ് പല രോഗികളെ സൗഖ്യമാക്കി. പലരും മുൻപോട്ട് വന്നു. അന്ന് ഒരു ഗ്ലാസ്, രാവിലെ മുതൽ വൈകുന്നവരെ പ്രസംഗിച്ച്, ഒരു ഗ്ലാസ് ചായ പോലും എങ്ങൊന്നും കിട്ടിയില്ല. ഒരു ചെറിയ ബിസ്ക്കറ്റ് പോലും കിട്ടിയില്ല അന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം അതുപോലെ. 3 ദിവസം 7 ദിവസം പ്രസംഗിച്ചു. വൈകിട്ട് മൈക്ക് കെട്ടാൻ കയറാനായിട്ട് രാജൻ ബ്രദർ, കർത്താനദാസൻ രാജൻ മരത്തെ കയറിയപ്പം 3 ദിവസമായി ആഹാരം കഴിക്കാഞ്ഞതുകൊണ്ട് വിറച്ച് താഴെ വീണു. എന്നാൽ അവൻ്റെ കൈയൊന്നും ഒടിഞ്ഞില്ല, കൈയും കാലും ഒടിഞ്ഞില്ല, ഹോണിന് ഒരു കുഴപ്പവും വന്നില്ല. അന്നും പ്രസംഗമെല്ലാം കഴിഞ്ഞു. രാത്രി 11 മണിക്ക് ഞാൻ ചെന്ന് ഞാൻ 11 മണിക്ക് ഞാൻ അവിടെ കിടക്കാനായി ചെന്നു. അവിടെ താഴെ നിലത്ത് അവിടെ കിടക്കാനായി ചെന്നപ്പോൾ ഈ പേഴ്സിനകത്ത് ഇപ്പം പണമുണ്ട്. ആ പേഴ്സ് എടുത്തിട്ട് ഞാനിങ്ങനെ തുറന്നു വെച്ചിട്ട് പറഞ്ഞു, അപ്പച്ച, ഈ 3 ദിവസമായി ഞാൻ നിനക്ക് വേണ്ടി ഇത്ര പ്രസംഗിച്ചു, ഇത്ര പരസ്യവും നടത്തി, എൻ്റെ തൊണ്ട നോവുന്നു, ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും നീ തന്നില്ലല്ലോ. ഞാൻ ഉറങ്ങുക. പേഴ്സ് തുറന്നു വെച്ചേച്ച് ഞാനാ കിടന്ന ഉറങ്ങി. കാരണം പകലെല്ലാം പ്രസംഗിക്കും. 3 ദിവസമായി. 3-ാമത്തെ ദിവസം രാത്രിയാണ്. എൻ്റെ കൂടെ ഉള്ള 5 സഹോദരന്മാർക്ക് അവർക്ക് വിശപ്പ് കൊണ്ട് അവർക്ക് ഉറക്കം വരുന്നില്ല. അവരിത്രയും പ്രസംഗിച്ചിട്ടുമില്ല. കാരണം അവർക്ക് ഭാഷയുടെ പ്രയാസവും മറ്റുള്ളതുകൊണ്ട് കൂടുതൽ എല്ലാം പ്രസംഗിക്കുക ഞാൻ തന്നെയാണ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും. 12 മണിയായപ്പോൾ രാജൻ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തലക്കെട്ടുകാരൻ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി നല്ലപോലെ രാജൻ സഹോദരൻ അറിയത്തില്ല, ഹിന്ദിയോ പഞ്ചാബി അറിയത്തില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ സിഖുകാർ തലക്കെട്ട് കൊണ്ട് ഉടനെ ഗേറ്റ് തുറക്കാൻ പറ്റും, തടി കൊണ്ടുള്ളൊരു ഗേറ്റാണ്. ഗേറ്റ് തുറക്കുമ്പോൾ അയാൾ വന്ന് കൈയും കൊപ്പി നിന്നു. രാത്രി എത്ര മണിക്കാ? 12 മണിയുടെ കാര്യം പറഞ്ഞു. ഞാൻ 11 മണിക്ക് വരച്ചു. 12 മണി, രാത്രി 12 മണി. ആ സിഖുകാരൻ വന്ന് കൈയൊപ്പി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ്? നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അതെന്താ എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ എന്നെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇന്ന് എൻ്റെ ട്രാക്ടർ റിപ്പയർ ചെയ്യാനായിട്ട് ഈ പട്ടണത്തിൽ വന്നപ്പോൾ നീ അവിടെ നിന്ന് പ്രസംഗിക്കുന്ന കേട്ടു. ഈ വെൽഡിങ്ങിൻ്റെ ഒക്കെ ശബ്ദം കൊണ്ട് നിന്റെ പ്രസംഗമൊന്നും ഞാൻ കേട്ടില്ല, നിന്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഇന്ന് 8 മണിക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ, സിഖുകാരുടെ ക്ഷേത്രത്തിൽ ഗുരുദ്വാരയിൽ ഇരിക്കുകയായിരുന്നു. ഇരുന്ന ആ അവരുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവിടുത്തെ പൂജാരി, അവരുടെ സ്വന്തം. അപ്പോൾ നിന്റെ മുഖം ഇങ്ങനെ വീണ്ടും ഓർമ്മ വന്നു. 5 വേലക്കാരെയും കൊണ്ടുപോയി പെട്ടെന്ന് അവർക്ക് ആഹാരം ഒരുക്കുന്ന 8 മണിക്ക് എന്നെ കമ്പൽ ചെയ്തു, എന്നെ നിർബന്ധിച്ചു. ഞാൻ ഉടനെ ഗുരുഗ്രന്ഥ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി 5 വേലക്കാരെയും കൊണ്ട് ട്രാക്ടറിൽ അരിയും ഗോതമ്പും വിറകും എല്ലാം കൂടെ എടുത്ത് ഞങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും
ആഹാരം വെച്ച് തരാനാണ് ഞാൻ ട്രാക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിൽ എവിടെയും വെക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞ് ഞാൻ അവർ വെക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ചൂട് പാല് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് 5 പേർക്കും നല്ല സ്റ്റീൽ ഗ്ലാസ്സിൽ വലിയൊരു ഫ്ലാസ്ക് കൊണ്ടുവന്നു ചൂട് പാലും ഈ ഡബിൾ റൊട്ടി ബ്രെഡും പഴവും ഓരോന്നും, ഇത് നിങ്ങൾ കഴിക്കുക. പിന്നെ അത് തുടർന്ന് 5 ദിവസം തുടർന്ന് അവിടെ യോഗം അവർ വരുന്നവർക്കെല്ലാം രാവിലെ ഉച്ചയ്ക്കും ആഹാരം, നിറച്ചാഹാരം മുഴുവൻ അവർ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് ആ ഞായറാഴ്ച ആഴ്ച ഒടുവിൽ അവർ 6 പേരും, ആ വലിയ സർദാർജിയും പുള്ളിക്കാരൻ്റെ കൂടെ വന്ന് 5 സർദാർജി, 6 സർദാർജിമാർ ഒന്നിച്ച് മറ്റു പലരുണ്ടായിരുന്നു, അവർ സ്നാനപ്പെട്ടു. അങ്ങനെ ഇവിടെ ഒരു സഭ സ്ഥാപിതമായി. ആ സർദാർജി അന്ന് പണം കൊണ്ടുവന്ന പുള്ളിക്കാരൻ ഇന്ന് ഇപ്പൊ കാനഡയിലുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞത് എത്ര മണിക്കാ? 11 മണിക്ക്. എനിക്ക് ചൂടുവെള്ളം തന്നില്ലല്ലോ എന്ന്. ഓർഡർ എപ്പോഴായിട്ടത് കർത്താവ്? 8 മണിക്ക് കേട്ടോ. എനിക്ക് ചൂടുവെള്ളം തന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് 11 മണിക്ക്. ഓർഡർ എപ്പോഴായിട്ടു? 11 മണിക്ക് ഓർഡർ ഇട്ട് ദൈവം. അന്ന് ഞാൻ പറഞ്ഞ പച്ചാ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ഇത് പറഞ്ഞത് ഇനിയും ഞാൻ ഒരിക്കലും എൻ്റെ അപ്പച്ചനെ ഞാൻ അങ്ങനെ ദുഃഖിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിനുമുമ്പ് ഞാൻ ചോദിക്കാല്ല, ഞാൻ ഇത്രയും പറഞ്ഞു ദുഃഖം കൊണ്ട് തൊണ്ടവേദന കൊണ്ട് പറഞ്ഞു പോയി, നീ എനിക്ക് തന്നില്ലല്ലോ, തരണമേന്നുമല്ല തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ദൈവം നമ്മുടെ തലയിലെ തലമുടി അറിയുന്നുണ്ടെങ്കിൽ ഈ AM ശാമുവേലിന്റെ പേഴ്സിനകത്തെ നയാ പൈസ വരെ എണ്ണി അറിയുന്നവനാണ് എൻ്റെ കർത്താവ്. AM ശാമുവേലിന്റെ പേഴ്സിനകത്ത് എത്ര രൂപയുണ്ട്, ഇന്ന് അവൻ എത്ര രൂപയുടെ ചെലവുണ്ട്, നാളെ അവൻ എത്ര രൂപ ചെലവുണ്ടെന്ന് നേരത്തെ അറിയുന്ന ദൈവമാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്നുവരെയും അത് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കൊന്നിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട? പ്രാർത്ഥിക്കണം. അപ്പച്ചാ നിനക്കിഷ്ടമുള്ള